ഹലോ, ഇന്ന് ഞാൻ വന്നത് ഒരു സാധനം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ സ്റ്റിച്ചിങ്ങിനൊക്കെ അത്രയും ഉപകാരപ്രദമായ ഒരു പ്രൊഡക്റ്റാണ് ഇത്. ഞാൻ വാങ്ങിച്ചത് ടൈലർ സ്മാർട്ട് എന്ന് പറയുന്ന ഒരു ഷോപ്പിൽ നിന്ന്, ഓൺലൈൻ ഷോപ്പിൽ നിന്നാണ് കേട്ടോ. ടൈലർ സ്മാർട്ട് എന്നും പറഞ്ഞിട്ടുള്ള ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇതിൻ്റെ നമ്പേഴ്സും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ ഇടാം, വീഡിയോയിൽ ഇടാം. എന്താണെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. കുറേ ദിവസമായി ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നു. കാരണം എനിക്ക് എത്രയും ആവശ്യമായിരുന്നു പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് പക്ഷെ അവിടെ ഇൻസ്റ്റയിലുണ്ട്, അവർ അക്കൗണ്ട് ഉണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ടൈലേഴ്സിന് ആവശ്യമായ ഇഷ്ടംപോലെ എല്ലാ കാര്യങ്ങളും അവരുടെ കയ്യിലുണ്ട്. ഇല്ല, അപ്പം മനസ്സിലായില്ലേ എന്താണ്? എനിക്ക് ആദ്യം ഇതിൻ്റെ പേരൊന്നും അറിയില്ലായിരുന്നു കേട്ടോ. ഇപ്പോഴാണ് ഇതിൻ്റെ പേരൊക്കെ ഞാൻ തന്നെ പഠിച്ചത്. എന്താണ് ഷോൾഡർ അയൺസ് എന്ന് പറഞ്ഞിട്ടുള്ള. ഇത് അത്യാവശ്യം നല്ല എന്താ പറയുക എങ്ങനെയാ പൊളിക്കുക. ക്ലോത്ത് കട്ട് ചെയ്യുന്ന പിന്നെ കത്രികയാണ് കേട്ടോ. നമ്മൾ ഈ ക്ലോത്ത് കട്ട് ചെയ്യുന്ന കത്രിക കൊണ്ട് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും കട്ട് ചെയ്യുന്നതെന്ന് പറയും, മൂർച്ച കുറഞ്ഞു പോകും. അപ്പം ഞാൻ ചെയ്യുന്ന കണ്ട് വേറെ ആരും ചെയ്യുന്നില്ല. ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനം കേട്ടോ. ഇത് കണ്ടിട്ട് തന്നെ എനിക്ക് തോന്നുന്നുണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട്. ഞാൻ വേറൊന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതും ഇതേപോലെ തന്നെ ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചാണ്. പക്ഷേ ഇതാണ് സംഭവം. ഇത് വലിയൊരു ക്വാളിറ്റി ഉള്ളതിന് രണ്ടും ഒരേ സെയിം റേറ്റ് തന്നെയാണ്. നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാവും. ഇതിൻ്റെ എഡ്ജൊക്കെ കണ്ടില്ലേ, വലിയൊരു കൂർത്തിട്ടുള്ള ഒരു ഇതൊന്നല്ല. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ല, ഒരു നീറ്റ് ഉണ്ടാവില്ല അത്. പക്ഷെ വലിയ ഇതൊന്നുമില്ല. ഞാൻ ഫസ്റ്റ് ടൈമിൽ കണ്ടപ്പം സ്റ്റാർട്ടിങ്ങിൽ ഞാൻ വാങ്ങിച്ചതാണ്. പിന്നാണ് ഞാൻ ഇവരെ ഈ ഒരു ഇത് കണ്ടത്. അതായത് എന്താണ് ഷോപ്പിൻ്റെ പേര്? ടൈലർ സ്മാർട്ട്, ആലുവയിലാണ്. ഇതിൻ്റെ ഡീറ്റെയിൽ ഞാൻ ഇട്ടുതരാം. പിന്നെ ഇതിൻ്റെ ഇത് എഡ്ജൊക്കെ കണ്ടില്ലേ, നമുക്ക് നല്ല രീതിയിൽ കട്ട് ചെയ്യാം. പിന്നെ നമുക്കിത് ഇതിൻ്റെ കൂടെ പോലെ ടൂൾസ് വേറെ ഇതുണ്ട്. നമുക്ക് ആവശ്യമുള്ള അനുസരിച്ച് 1, 2, 3, 4, 5 ഇതടക്കം 6 അല്ല ഇതടക്കം 6 കണ്ടോ. പല ടൈപ്പിൽ നമുക്ക് ആവശ്യമുള്ളത് പല ടൈപ്പിലുള്ളത് കണ്ടോ. ഇതൊരു ടൈപ്പ്, അതിലും കുറച്ചും കൂടെ ഒരു വണ്ണുള്ളതാണ്. പിന്നെ ഇതൊക്കെ എന്തിനാ യൂസ് ചെയ്തതെന്ന് പോലും അറിയില്ല കേട്ടോ. ഇതുണ്ടോ, നമ്മളെ കട്ടിങ് എംബ്രോയിഡിങ് ഒക്കെ വരുന്നുണ്ടല്ലോ അങ്ങനത്തെ. ഇത് ഈ സെയിം എൻ്റെ കയ്യിലുള്ള അതേ ഒരു സെയിം സാധനം തന്നെയാണ് കേട്ടോ ഇത് വരുന്നത്. അവിടെ ഇങ്ങനെ ചെറിയൊരു ഭാഗം കട്ട് പോലെയായിട്ട്. നമുക്ക് ഇതാണ് ഏറ്റവും കൂടുതൽ യൂസ്ഫുള്ള്. സ്കാലപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇതാണ് ഏറ്റവും കൂടുതലായിട്ട്. ഇത്രയും സംഭവങ്ങൾ ഇതിൻ്റെ കൂടെ കിട്ടും. ഇത് വരുന്നത് 350 ഇതിൻ്റെ റേറ്റ് വരുന്നത്. പിന്നെ നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ഹീറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ഈ ഒരു ഇത് കാണുന്നുണ്ടല്ലോ, യെല്ലോ ബട്ടൺസ്. അത് നമുക്കിങ്ങനെ എന്താ പറയുക, തിരിഞ്ഞില്ലേ, നമുക്ക് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ചൂട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇത് ഇന്ന് വന്നിട്ടേ ഉള്ളൂ, ഇന്നലെ വന്നിട്ടുള്ളൂ. ഞാൻ യൂസ് ചെയ്തില്ല, ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് സംഭവം.
കണ്ടപ്പം ഇത് എല്ലാവരുടെ കയ്യിലുണ്ട്, ഇല്ലാന്നൊന്നല്ല. അപ്പം എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ നിങ്ങൾക്കിത് ഒന്ന് പരിചയപ്പെടുത്തി തരണമെന്ന് തോന്നി, അങ്ങനെ പരിചയപ്പെടുത്തിയതാണ്. എനിക്കിതാണ് ഇപ്പോഴാണ് കേട്ടോ കിട്ടിയത്. കണ്ടില്ലേ, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു സംഭവം, കണ്ടിട്ട് നല്ല ക്വാളിറ്റി ഉണ്ട്. എൻ്റെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ കുറച്ച് ഡോക്ടേഴ്സ് പോലെ വലിയൊരു ഇത് ഇല്ലായിരുന്നു. ഇതാ കണ്ടോ, രണ്ടും വ്യത്യാസമുണ്ട്. ഇതിന് ഈ ഒരൊറ്റ ടൂൾസ് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ കൂടെ. ഇതിൻ്റെ പിന്നെ സംഭവം രണ്ടും സെയിം റേറ്റ് തന്നെയാണ് വരുന്നത്. അപ്പം നമുക്കൊന്ന് യൂസ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്നൊന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. എങ്ങനെയുണ്ടെന്ന് നോക്കാലോ അല്ലേ. ഇതാ ഇവിടെ ഇങ്ങനെ അയക്കാം. ഇവിടെ ഇങ്ങനെ അയച്ചു കഴിഞ്ഞാൽ ഇതാ ഈ ഒരു ഭാഗം നമുക്ക് മൂവ് ചെയ്യാം കേട്ടോ. ഈ ഒരു ഭാഗം മൂവ് ചെയ്തിട്ട് നമുക്ക് വേണ്ടിയത് ഏതാണോ അത് ഇവിടെ ഇടാം. അത് പോണില്ലല്ലോ, എന്തെന്നാണോ? ഓക്കെ, ഇതിങ്ങനെ നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, നല്ല സുഖമുള്ള ഒരു പരിപാടി. അത്യാവശ്യം നല്ല ഉപകാരം തന്നെയാണ് കേട്ടോ ഇത്. ഇത് നമുക്ക് ഇതുപോലെ ഇങ്ങനെ ചേഞ്ച് ചെയ്തിടാം. ഇത് കുറച്ചും കൂടി ഇതാണ് നല്ലതെന്ന് തോന്നുന്നു. നമുക്ക് സ്കാലപ്പൊക്കെ കട്ട് ചെയ്യാൻ ഇപ്പം ഞാനിത് തന്നെ യൂസ് ചെയ്യാണ്. നമുക്ക് നല്ലതാ ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ നമുക്ക് മാറ്റി വെക്കാം കേട്ടോ, കാരണം ഇവിടെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടില്ല. കാരണം ഞാൻ എന്ത് വാങ്ങിച്ചു കഴിഞ്ഞാലും 2 ദിവസത്തേക്ക് ഉണ്ടാവാറുള്ളൂ. ഇപ്പം തന്നെ അത് മാറ്റി വയ്ക്കാം. നമുക്ക് ഞാൻ ഉപയോഗിച്ച് നോക്കാം കേട്ടോ, ജസ്റ്റ് എങ്ങനെയുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ടോ എന്നറിയാലോ. ഇപ്പം നല്ലോണം ചൂടായിട്ടുണ്ട്. ഞാൻ ഇതാ അവിടെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ ഒരു 350 ഡിഗ്രിയാണ് കേട്ടോ വെച്ചത്. കാരണം ഇത് നെറ്റ് അതിനെ കൊണ്ട് അത്ര ചൂട് വേണ്ട. ഇപ്പം ജസ്റ്റ് ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് നമുക്കിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇത് കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, കാരണം ഇത് നമ്മൾ എന്തിൻ്റെയൊക്കെ മുകളിലൊന്നും വെച്ചിട്ട് കട്ട് ചെയ്യരുത്. നമുക്ക് വേസ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും മരക്കഷ്ണമോ അങ്ങനെ എന്തിൻ്റെയൊക്കെ മുകളിൽ വെച്ചിട്ട് ഇത് കട്ട് ചെയ്യാം. കാരണം നമ്മൾ ഇതിൻ്റെ ടാബിൻ്റെ മുകളിൽ വെച്ച് നമ്മൾ കട്ട് ചെയ്യുമ്പം ഇതിൻ്റെ ഈ ഒരു ചൂടുള്ള ഭാഗം ഇങ്ങനെ വരുമ്പോൾ ഭാഗങ്ങളൊക്കെ കേടാവും. അപ്പം നിങ്ങൾ കയ്യിൽ വെച്ചിട്ട് കട്ട് ചെയ്യുന്ന എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുമ്പോൾ കൈ വിളിച്ച് കട്ട് ചെയ്താലൊന്നും കുഴപ്പമില്ല. അല്ലാത്തവരിത് ചെയ്ത് കഴിഞ്ഞാൽ കൈക്കൊക്കെ നല്ല പണി കിട്ടും. അത്രയും ചൂടോടെ നിൽക്കുന്നൊരു സംഭവം. പക്ഷെ ഭയങ്കര നീറ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. നല്ല നീറ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. കണ്ടോ, അപ്പം ഇതെല്ലാവരും വാങ്ങിക്കാം. നല്ലൊരു ഇതിൻ്റെ ഡീറ്റെയിലും നമ്പേഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ വീഡിയോയിൽ ഇടാം കേട്ടോ. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക, ആവശ്യമുള്ളവർ വാങ്ങുക. ഓക്കെ, ഇത് ഞാൻ ഫുള്ള് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല നീറ്റായിട്ട് നമുക്ക് കട്ട് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ക്ലോത്ത് എന്ന് പറയുന്നത് ഒരു സിൽക്കായിട്ടുള്ള ഒരു എന്താണ് ടിഷ്യൂ ടൈപ്പ് ക്ലോത്താണ്. അതിൻ്റെ മുകളിൽ ഒരു നെറ്റിൻ്റെ ലേസാണ് ഞാൻ കൊടുത്തത്. പെട്ടെന്ന് നമുക്ക് ഇത് കട്ട് ചെയ്ത് വരുന്നുണ്ട്. അതേസമയം നമ്മൾ ഇങ്ങനത്തെ ക്ലോത്ത് ഉണ്ടല്ലോ, ഇങ്ങനത്തെ ക്ലോത്തിൽ നമുക്ക് സ്കാലപ്പ് കട്ട് ചെയ്യാൻ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ നല്ലത് കത്രിക കൊണ്ട് തന്നെ നമ്മൾ കട്ട് ചെയ്യുന്നതാണെന്ന് തോന്നുന്നു കുറച്ചും കൂടെ നല്ലത്. എനിക്കിത് ഇത്ര അങ്ങോട്ടൊരു ഫിനിഷിംഗ് ആയിട്ട് തോന്നില്ല. കുറച്ച് ബുദ്ധിമുട്ടും ഉണ്ട് നമുക്ക് കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതേപോലത്തെ ക്ലോത്തൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ല നീറ്റായിട്ട് ഫ്ലവേഴ്സ് കട്ട് ചെയ്യാനും ഒക്കെ നമുക്ക് നല്ല നീറ്റായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ക്ലോത്തിൻ്റെ ഇതായിരിക്കാം ഈ ഒരു ക്ലോത്ത്. ഇങ്ങനെ നമ്മൾ സെൻറ്ററിലൊക്കെ നമ്മളൊരു ഫ്ലവർ വരച്ചിട്ട്
നമുക്ക് കട്ട് ചെയ്യണമെങ്കിലൊക്കെ പെട്ടെന്ന് കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ എഡ്ജൊക്കെ നിങ്ങൾക്ക് തന്നെ കാണാൻ കണ്ടോ, എഡ്ജൊക്കെ വലിയൊരു നീറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇങ്ങനെയാണ് എനിക്ക് കിട്ടിയ റിസൾട്ട്. ഇങ്ങനെയാണ്, എന്നാലും ഉപയോഗമാണ്, നിങ്ങൾക്ക് വാങ്ങാം, വേസ്റ്റ് ആവുമൊന്നുമില്ല. അപ്പോൾ ആവശ്യമുള്ളവർ വാങ്ങിക്കുക.